നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ടെൻഷൻ. എല്ലാവർക്കും ടെൻഷൻ ഇല്ലാത്ത ആളുകൾ ഈ ദുനിയാവിൽ ആരില്ല എന്ന് പറയും. ഓരോരുത്തർക്കും അവരവരുടേതായ ടെൻഷനുകൾ. അപ്പോ ആ ടെൻഷനുകൾ മാറിക്കിട്ടാൻ വേണ്ടി വലിയ മഹാൻ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. നീ ബേജാറാക്കണ്ട, ടെൻഷനുള്ള പരിഹാരം. വലിയ കിതാബ് വേറെ ടെൻഷനാക്കണ്ട. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ടെൻഷനുള്ള ഒരുപാട് മരുന്നുകൾ ഒരു ആയത്ത് ഹദീസ് അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്ന ഒരുപാട് വിഷയങ്ങൾ. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ആഴ്ച യാസീനിന്റെ മഹത്വങ്ങളുണ്ട്. ഈ ആഴ്ച ഒരാഴ്ച എങ്ങനെ ആകുമ്പോ പുതിയ ക്ലാസ് ആകുമ്പോ കുറച്ച് റാത്താണ്. ഇപ്പോഴൊന്നും ഒരേ സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കൊരു മടുപ്പൽ വരും. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച നമ്മുടെ ടെൻഷനിലുള്ള മരുന്നുകൾ ഒരു മോട്ടിവേഷൻ പോലെ ഇൻഷാ അല്ലാഹ് പറയാം. ടെൻഷൻ ഇല്ലാത്ത ആളുണ്ട് പറയില്ല, പക്ഷെ അള്ളാനോട് പറയും. എല്ലാവർക്കും എത്ര വലിയ മുതലാളിയാണെങ്കിലും എത്ര കോടീശ്വരനാണെങ്കിലും അവനവന്റേതായ ടെൻഷൻ അവന്റെ ഉള്ളിൽ. ഇപ്പൊ നമ്മ പല ആളുകൾ പുറത്ത് കിടന്നു വന്നവരാണ്. ചില ആളുകൾ ആയിരങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയ വലിയ ബെഡിൽ വാങ്ങിയിട്ട് കിടന്നിട്ട് വന്നവരാണ്. പക്ഷെ വർക്കേറ്റിലും ഇന്ന് വർക്ക് പിടിച്ചിട്ടല്ല, വർക്കേലല്ല, കിടന്നത് 1000 കൊടുത്തിട്ട് വാങ്ങിയ ബെഡിലാണ്. അല്ലെങ്കിൽ ഇരിക്കുമ്പോ 4 കുരി അങ്ങോട്ടും ഇങ്ങോട്ടും കുരുമിങ്ങ വർക്കില്ല. എന്ന കാരണം ടെൻഷനാണ്. എല്ലാവരും ടെൻഷൻ. ഞാൻ പറഞ്ഞ എന്റെ ഇടയ്ക്ക് ഉള്ളതിൽ നിങ്ങളൊരു ചങ്ങായി മരിച്ചുപോയി. അപ്പൊ പൊരുത്തു കൊടുക്കണം. അയാൾക്ക് 9 ആൺമക്കൾ, പെൺമക്കളില്ല. ആൺമക്കൾ മാത്രമുള്ള ആൾക്ക് വലിയ ടെൻഷനാണ്. പെണ്ണില്ലല്ല. പെണ്ണ് മാത്രമുള്ള ആൾക്ക് ടെൻഷനാണ്. ആണില്ലല്ല. ടെൻഷൻ തന്നെ. ഓരോരുത്തർക്കും ഓരോ ടെൻഷനാണ്. അപ്പൊ അയാൾക്ക് 9 ആൺമക്കളാണ്, വലിയ പണക്കാരൻ. എന്നിട്ടോ ഓരോ മക്കൾക്ക് അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാള് മുമ്പല്ലേ ഇതാണ് ഫിഷിംഗ് ആണ്, കടലിൽ ഇങ്ങനെ വിളിക്കുന്നത്. വലിയ ബോട്ടിന്റെ പേരെന്താണ്. 9 ആൺമക്കൾക്കും 9 വലിയ വലിയ ഫിഷിന്റെ ആ ബോട്ട് അയാൾ വാങ്ങി കൊടുത്തു. നമ്മുടെ ഈ ചെറിയ പൈസ എന്താണല്ലോ, ഓരോന്നിനും 1 കോടി 30 ലക്ഷം അയാൾ വിരല പറഞ്ഞിട്ടുണ്ട്. ചെറിയ അവസാനത്തില് 90 ലക്ഷത്തിന് കുറച്ച് പഴയതായതുകൊണ്ട് ഹോട്ടലോ തന്നെയാണ്, കുറച്ച് പഴയതായതുകൊണ്ട് 90 ലക്ഷം ചേർത്ത് എല്ലാ മക്കൾക്കും അയാൾ വേണ്ട ആ ഇതുണ്ടാക്കി. എപ്പോഴും സുബഹിസ്കാരത്തിന് പള്ളിയിൽ മുട്ടുവേദന ഉണ്ടായിരുന്നു. കസാരയിൽ നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അയാൾ എപ്പോഴും നിസ്കരിച്ചിട്ട് പോകുമ്പോ ഇങ്ങനെ ഒരു ക്ലാസ് എല്ലാം ഉണ്ടായി. ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഉസ്താദ് സമാധാനത്തിന് വേണ്ടി ഞാനോട് നിങ്ങൾക്ക് എന്താ സമാധാനത്തിന് പോകും? എന്ത് സമാധാനത്തിന് പറഞ്ഞു? അതാണ് എല്ലാം അല്ല തന്നനി, മനസ്സമാധാനം തന്നിട്ടാണ്. അല്ല എനിക്കെല്ലാം തന്നനി ഉസ്താദ്, പക്ഷെ മനസ്സമാധാനം തന്നിട്ടില്ല. എന്താ മനസ്സമാധാനം തന്നിട്ടില്ല? ഞങ്ങക്ക് പെൺമക്കളില്ല, അതൊരു വലിയ ടെൻഷനാണ്. പെണ്ണില്ലാത്തൊരു ടെൻഷനാണ് ഒന്ന്. പിന്നെ എനിക്ക് 9 ആൺമക്കൾ ഉസ്താദെ. 9 ആൺമക്കൾ 9 ബൈക്കാണ്. ഒന്ന് സലഫിയാണ്, ഒന്ന് പിന്നെ ജമാഅത്താണ്, ഒന്ന് AP ആണ്, ഒന്ന് EK ആണ്, ഒന്ന് SDPI ആണ്. എല്ലാം എനിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് ആർക്കും ഒന്നും പഠിക്കുമല്ലോ നല്ല ആക്ഷേപത്തിൽ തമാശാക്കണ്ട. നമ്മളെ മനസ്സിൽ ഞമ്മക്ക് കരുതുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ആയിട്ട് കൊണ്ടുവന്ന ആ ഒരു തത്വവും ആ ഒരു സന്തോഷവും അതല്ലേ ഉസ്താദെ നമുക്ക് വേണ്ടത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും മക്കളുടെ പാലക്കാരായി അവർക്ക് വേണ്ടതല്ലോ എഴുതി കൊടുത്തിട്ടുമായി വാങ്ങി കൊടുത്തിട്ടുമായി. ഇനിയിപ്പോ ഞമ്മ പിടിച്ചെങ്കിൽ വലിച്ചെങ്കിൽ കിട്ടാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് ടെൻഷനാണ്. അതാണ് ടെൻഷൻ ഇല്ലാത്ത ഒരാളും ദുനിയാവില്ല. എല്ലാവരും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണെങ്കിലും അയാൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താ? എന്റെ അമലെന്താ കബൂലാക്കുവോ? ഒരു ടെൻഷനാണ്. ഞാൻ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാൻ എനിക്ക് കഴിയോ? അതല്ലേ മഹാനായ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി ഞങ്ങളുടെ പേരമോനാണ്. ഇങ്ങനെ വഴി നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കരമായി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വിഷയമാക്കുന്നത്, ചിരിക്കുന്നത്, തമാശ പറയുന്നു. അപ്പൊ മഹാനായ ഹസൻ തങ്ങളാണ് നിന്ന് എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല മനുഷ്യ, ഭയങ്കര ശരിയല്ല, ഹാപ്പിയല്ല, ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യനല്ല. അയാളോട് മഹാനായ ഹസൻ തങ്ങൾ ചോദിച്ചു, മോനെ നീ മരിക്കുമ്പോ ഈമാനോട് മരിക്കോ? ഈമാനില്ലാതെ നിനക്ക് ഉറപ്പുണ്ടെന്ന് ചോദിച്ചു. ആ ചെറുപ്പക്കാരനാണ് സ്റ്റക്കായി. ഭയങ്കര ചോദ്യല്ലേ. ഈമാനോടുകൂടി മരിക്കോ
അതെങ്ങനെയാണ് നിന്റെ മരണം നിനക്ക് ഉറപ്പുണ്ടാന്ന് ചോദിച്ചു. രണ്ടാമത് ചോദിച്ചത് ആരാഹൃത്തിൽ എല്ലാവരും കിതാബ് വന്ന് കൊടുക്കുമ്പോ നിന്റേത് വലത്തിലേക്ക് കിട്ടുമോ ഇടത്തിലേക്ക് കിട്ടുമോ? നാല് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സഫിങ്ങനെ അള്ളാഹു തആല സഫായിട്ട് ആളുകൾ നിർത്തുമ്പോ നീ ഏത് സഫിലുണ്ടാവും മോനെ? ഇതല്ല ചോദിക്കുമ്പോ ആ മനുഷ്യൻ ഇങ്ങനെ വെപ്പറാണ്. അപ്പൊ ചോദിച്ചു ഇങ്ങനത്തെ ടെൻഷൻ നമ്മുടെ മുന്നിലുണ്ടാവുമ്പോ എന്താ നിന്റെ ചിരിയെ ചോദിച്ചു. ചിരിക്കാനൊരു സമയമായിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്. എന്തില്ലെങ്കിൽ ഈമാനുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ടെൻഷനാണ്. എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇപ്പൊ ടെൻഷനില്ലാത്ത ആളുകൾ ആരെയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനമാണ്. അപ്പൊ ആ സമാധാനം കിട്ടാനുള്ള ചില ഒറ്റമൂലികൾ പ്രത്യേകമായ ഓരോ വിഷയങ്ങളും ഈ കിതാബിലൂടെ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓരോ വിഷയങ്ങളായിട്ട് ഓരോ ചെറിയ പോയിന്റ്സ് ആണ് പറയുന്നത്. ഓരോ പോയിന്റ്സുകൾ അത് ചിലപ്പോ നമ്മുടെ മനസ്സിന് വലിയ സമാധാനം ഉണ്ടാവും. അതല്ലേ വേറെ എന്താ ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സഹാബത്തിനെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. ഓരോ ബേജാറിന്റെ സഹാബത്ത് റസൂലുള്ളാഹി തങ്ങളെ സമീപിക്കുമ്പോൾ അവരെ സമാധാനിപ്പിക്കുന്ന ഓരോ വാക്കുകൾ പറഞ്ഞു കൊടുക്കും. ആ വാക്ക് ഈമാനുള്ള ആളുകൾക്ക് അത് വലിയ സമാധാനമാണ്. ഖുർആൻ പറഞ്ഞവനല്ലേ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. കൽബിന്റെ സമാധാനം എപ്പോൾ അള്ളാഹിനെ ഓർത്തോണ്ട് വേണം. അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിയോണ്ട് വേണം. ആ ദിക്ർ ഇങ്ങനെ ചെല്ലുമ്പോ അള്ളാഹിനെ ഇങ്ങനെ ഓർക്കുമ്പോ അള്ളാഹ് ചെയ്ത നിയമത്ത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരുമ്പോ അത് വലിയ സമാധാനം. ഏതായാലും അള്ളാഹു നമുക്ക് സമാധാനം തരുന്നുണ്ട്. എല്ലാവർക്കും ബേജാറുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് നമ്മുടെ എല്ലാ ബേജാറുകളും വിഷമങ്ങളും പടച്ചവനെ നീ തീർത്തു തരണേ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ SLC പരീക്ഷ എഴുതിയ ആളുകളാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ +2 എഴുതിയവരാണ്. ഇൻഷാ അല്ലാഹ് അവരുടെ റിസൾട്ടുകളൊക്കെ ഈ മാസത്തിൽ അടുത്ത വെള്ളിയാഴ്ച SLC-ന്റെതോ ഇന്നത്തെ വെള്ളിയാഴ്ച +2-ന്റെ. അപ്പോ അവർക്ക് ഇങ്ങനെ വലിയ പ്രതീക്ഷയിലാണ്. പടച്ചവനെ ആ മക്കളെ നീ ടെൻഷനിലാക്കല്ലേ അല്ലോ. ആ മക്കൾക്ക് നീ അമ്മ തരണ്ടേ, കൊടുക്കല്ലേ അല്ലോ, അമ്മ കൊടുക്കല്ലേ അല്ലോ. നല്ല അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല റാങ്കോട്, നല്ല മാർക്കോട്, ഇസ്സത്തുള്ള വിജയം നമ്മുടെ എല്ലാ വിദ്യാർത്ഥിനികൾക്ക് നീ നൽകണേ റഹ്മാനെ. നാളത്തെ ദിവസം ഒരുപാട് വിദ്യാർത്ഥികൾ നീട്ട് എക്സാം എഴുതാനുള്ള ഒരുക്കത്തിലാണ്. പല കേന്ദ്രങ്ങളിലായി ലക്ഷക്കണക്കിലുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ഒരുക്കത്തിലാണ്. പടച്ചോനെ അല്ലാഹുവേ എല്ലാ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും അല്ലാഹുവേ നീ വലിയ സന്തോഷം നൽകണേ അല്ലാഹ്, വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് സ്വപ്നങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് നമ്മുടെ മക്കളെ ഒക്കെയും ഇതിനു വേണ്ടിയിട്ടൊക്കെയും ഒരുങ്ങുന്നതെങ്കിൽ അല്ലാഹ് നിന്റെ കാര്യങ്ങൾ മുഴുവനും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉപ്പമാരാകുന്ന നമുക്കുണ്ട്, കുടുംബങ്ങളാകുന്ന നമുക്കുണ്ട്. പടച്ചവനെ ആ സ്വപ്നങ്ങൾ അത് പൂർത്തിയായി കാണാനുള്ള എല്ലാ ഭാഗ്യവും ഞങ്ങളുടെ മുന്നിൽ നീ തുറന്നു തരണേ അല്ലാഹ്, നീ തുറന്നു തരണേ റഹ്മാൻ. അല്ലാഹ് നമ്മുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, നമ്മുടെ മക്കളെ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളാക്കണേ അല്ലാഹ്. റബ്ബേ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി മാതാപിതാക്കളെ അനുസരിക്കുന്ന, കുടുംബങ്ങളെ അനുസരിക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ ഇസ്സത്തുണ്ടാക്കി തരുന്ന മക്കളായി നമ്മുടെ മക്കളെ നീ വലുതാക്കണേ അല്ലാഹ്, വളർത്തണേ റഹ്മാനെ. പടച്ചവനെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവര് നമ്മുടെ ഉപ്പമാരാണല്ലോ, നമ്മുടെ ഉമ്മമാരാണല്ലോ. ഞങ്ങളാക്കിയത് ആ മരിച്ചുപോയ കുടുംബങ്ങളാണ്. പടച്ചവനെ അവർക്ക് വേണ്ടി എത്ര ദുആ ചെയ്താലും, അവർക്ക് വേണ്ടി എത്ര കണ്ണിലേക്ക് കൈ ഉയർത്തിയാലും മതിയാകൂല എന്ന് നമുക്കറിയാൻ. പടച്ചവനെ എന്നാലും അല്ലാഹ് റബ്ബേ നിന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് ആ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് നീ സ്വർഗം നൽകല്ലോ, ഖബറിൽ സമാധാനം നൽകല്ലോ, സന്തോഷം നൽകണമല്ലോ. പുതിയാപ്പിളമാർ, മുതലാട്ടിമാർ മണിയറയിൽ കിടന്നുറങ്ങുമ്പോൾ സന്തോഷത്തോടെ ഉറങ്ങാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസം ചിലങ്കോളിൽ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഉമ്മ മരിച്ചുപോയി. ഞങ്ങളൊക്കെ നല്ലോണം സ്നേഹിക്കുന്ന ഒരു ഉമ്മയായിരുന്നു. പടച്ചോനെ നല്ല ഒരു മരണം. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മരിച്ചു. ജുമാക്ക് മുമ്പായി ആ ഉമ്മനെ ദഫൻ ചെയ്തു. അല്ലാഹ് സ്വർഗം നൽകണേ അല്ലാഹ്. ഫാത്തിമ ബീവിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആ ഉമ്മാക്കും നമ്മുടെ എല്ലാ ഉമ്മമാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
بحق سيدنا محمد صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله